മലപ്പുറത്തെ +1 പ്രതിസന്ധിയിൽ നിയമസഭയിലെ കണക്കുകളിൽ ഉറച്ചുനിന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. 7000 സീറ്റുകൾ മാത്രമേ കുറവുള്ളൂ. അതിനപ്പുറമുള്ള കണക്ക് തന്റെ കയ്യിലില്ല. മുഖ്യമന്ത്രിയുമായി ആലോചിച്ച് തുടർ നടപടിയെടുക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഇല്ല, നമുക്ക് മലപ്പുറം ജില്ലയിൽ സീറ്റുകളുടെ കുറവിനെ സംബന്ധിച്ചിടത്തോളം പരിശോധിക്കുന്നതിന് വേണ്ടി 2 ഉദ്യോഗസ്ഥന്മാർ ചുമതലപ്പെടുത്തിയിരുന്നു. അവരെ പരിശോധിച്ച ശേഷം ഇന്നലെ കൊണ്ട് മന്ത്രി ഇന്നലെ എൻ്റെ റിപ്പോർട്ട് എൻ്റെ സമർപ്പിച്ചിട്ടുണ്ട്. അത് മുഖ്യമന്ത്രിയുമായിട്ട് സംസാരിച്ച ശേഷം കുറച്ച് നടപടിക്രമങ്ങളുണ്ട്. അതിനുശേഷം അതിൻ്റെ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളോട് പറയാൻ പറ്റുന്ന രൂപത്തിലായി കഴിയുമ്പോൾ നിങ്ങളോട് പറയാം. നിയമസഭയിൽ പറഞ്ഞല്ലോ 7500-ൽ സംതിങ്ങിൻ്റെ കുറവുണ്ടെന്ന് പറഞ്ഞല്ലോ. അതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ ഒരു അന്വേഷണം നടത്താൻ വേണ്ടി തീരുമാനിച്ചത്. അത് അന്വേഷണം നടത്തി ഞാൻ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. വീണ്ടും നിങ്ങൾ 16,000 20,000 കണക്ക് വെച്ച് എൻ്റെ ഉള്ള കണക്കല്ലേ, അത് നിങ്ങളുടെ കണക്കാണ്. +1 സീറ്റ് പ്രതിസന്ധിയില്ല എന്ന വിദ്യാഭ്യാസ വകുപ്പിന്റെ വാദം തള്ളി 2 അംഗ കമ്മീഷൻ. പ്രശ്നം പരിഹരിക്കാൻ അധിക ബാച്ച് അനുവദിക്കണമെന്നാണ് സമിതിയുടെ ശുപാർശ. മുഖ്യമന്ത്രിയുമായി കൂടി ആലോചിച്ച ശേഷമാണ് ബാച്ചുകളുടെ എണ്ണം കൂട്ടുന്ന കാര്യത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനമെടുക്കുക. അതേസമയം +1 പ്രവേശനത്തിന് 3ാം ഘട്ട അലോട്ട്മെന്റ് കഴിഞ്ഞിട്ടും മലപ്പുറത്ത് പുറത്തു നിൽക്കുന്നത് 16,000 കുട്ടികളാണെന്ന് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം പറഞ്ഞു. പഠിക്കാനുള്ള അവസരം നിഷേധിക്കുന്നത് അപരിഷ്കൃതമാണ് എന്നും PMA സലാം റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഇപ്പോൾ ഇനിയിപ്പോൾ മന്ത്രിയുടെ ഔദ്യോഗികമായ ഉദ്യോഗസ്ഥന്മാർ നൽകിയ കണക്കാണ് അദ്ദേഹം എപ്പോഴും പറയാം. ആ കണക്കനുസരിച്ച് തന്നെ 6,000 സീറ്റുകളെ ജനറൽ കോട്ടയിൽ ബാക്കിയുള്ളൂ. എന്ന് പറഞ്ഞാൽ 16,000 സപ്ലിമെൻ്ററി അപേക്ഷകരിൽ 10,000 കുട്ടികൾക്ക് സീറ്റില്ല. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ഇന്നലെ അസംബ്ലിയിൽ പറഞ്ഞത് A+ കിട്ടിയ കുട്ടികൾ, മുഴുവൻ വിഷയങ്ങളിലും A+ കിട്ടിയ കുട്ടികളിൽ 222 കുട്ടികൾക്ക് സീറ്റ് കിട്ടിയിട്ടില്ല. അത്രേ ബാക്കിയുള്ളൂ എന്നാണ് ബഹുമാനപ്പെട്ട മന്ത്രി പറയുന്നത്. ആർക്കത്? മുഴുവൻ വിഷയങ്ങൾക്കും A+ കിട്ടിയ കുട്ടികൾക്ക്. അപ്പോൾ ഒന്ന് A ആയിപ്പോയ കുട്ടികൾ, 2 A ആയിപ്പോയ കുട്ടികൾ, 3 A ആയിപ്പോയ കുട്ടികളൊക്കെ എത്ര എണ്ണം ഉണ്ടാവും? തിരുവനന്തപുരത്ത് റിനു ശ്രീധരും മലപ്പുറത്ത് അഷ്കർ അലിയും വിവരങ്ങളുമായി. റിനു, ഇപ്പോൾ മന്ത്രി കളവാണോ പറയുന്നത്? കാരണം 2 അംഗ സമിതിയെ ചുമതലപ്പെടുത്തി. ആ 2 അംഗ സമിതിയുടെ റിപ്പോർട്ട് എന്നുള്ളത് മന്ത്രിയുടെ കണക്ക് പറയുന്നത് പ്രകാരമാണ് എന്നാണ് മന്ത്രി ഇപ്പോൾ അവകാശപ്പെടുന്നത്. അങ്ങനെയല്ല എന്നുള്ള വിവരം ഇപ്പോൾ മലപ്പുറത്ത് നിന്ന് ലഭിക്കുകയും ചെയ്യുന്നു. എന്താണ് മന്ത്രിയുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് റിനു? സ്മൃതി, മലപ്പുറത്തെ അല്ലെങ്കിൽ മലബാർ മേഖലയിലെ +1 സീറ്റുമായി ബന്ധപ്പെട്ടുള്ള ന്യായീകരണം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തുടരുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം അദ്ദേഹം നിയമസഭയിലും നേരത്തെയും പറഞ്ഞ കണക്കാണ് 7,000-ന് മുകളിൽ 7,500-ഓളം സീറ്റുകൾ മാത്രമാണ് ഒഴിവുള്ളത് എന്നുള്ളതാണ്. പക്ഷേ അല്ല, കൃത്യമായി ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റിൽ നിന്ന് ലഭിക്കുന്ന കൃത്യമായിട്ടുള്ള കണക്ക് പറയുകയാണെങ്കിൽ 18,881 സീറ്റുകളുടെ ഒഴിവ് മലപ്പുറത്ത് മാത്രം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. മലപ്പുറത്തും പാലക്കാടുമാണ് ഏറ്റവും കൂടുതലധികം സീറ്റുകൾ ഉള്ളത്. ഇപ്പോൾ ഈ 3 ഘട്ട അലോട്ട്മെൻറ്റ് കഴിഞ്ഞ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലുള്ള അപേക്ഷ പ്രകാരമുള്ള കണക്കാണ് ഈ പറയുന്നത്. പക്ഷേ അങ്ങനെയല്ല, വെറും 7,500 സീറ്റ് മാത്രമാണ് ഉള്ളത് എന്നുള്ളതാണ് അദ്ദേഹം ഇന്നും കൃത്യമായി പറയുന്നത്. പക്ഷേ ഹയർ സെക്കൻഡറി ബോർഡ് അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റ് കൃത്യമായി തന്നെ രേഖമൂലം ഈ ഒരു കണക്ക് പറയുമ്പോഴും എന്തുകൊണ്ടാണ് അദ്ദേഹം ഈ 7,000-ൽ തൂങ്ങി നിൽക്കുന്നത് എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ്. ഇത് വിദ്യാർത്ഥി പ്രക്ഷോഭം കണക്കിലെടുത്ത് കൃത്യമായി തന്നെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുമായി ചർച്ച ചെയ്യുകയും 2 അംഗ വിദഗ്ധ സമിതിയെ കൃത്യമായി ഈ പഠനം നടത്തുവാൻ വേണ്ടി ഏൽപ്പിക്കുകയും ചെയ്തിരുന്നു. അവരുടെ അല്ലെങ്കിൽ ഈ സമിതി ഇന്നലെ തന്നെ റിപ്പോർട്ട് നൽകുകയും ചെയ്തു. അധിക ബാച്ചിൻ്റെ ആവശ്യമുണ്ട് എന്നുള്ള ഒരു കാര്യവും അദ്ദേഹത്തോട് പങ്കുവയ്ക്കുന്നുണ്ട്. നിലവിൽ 7,000-ഓളം സീറ്റുകളുടെ ഒഴിവുണ്ട് മലപ്പുറത്ത്. ആ 7,000-ഓളം സീറ്റുകളുടെ ഒഴിവ് വന്നെങ്കിൽ പോലും ഏകദേശം 10,000-ന് മുകളിലേക്ക് കുട്ടികൾക്ക് സീറ്റ് ലഭിക്കാതെ വരുമെന്നുള്ളതാണ് ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റ് നൽകുന്ന കണക്കുകൾ അനുസരിച്ച് നമുക്ക് മനസ്സിലാകുന്നത്. ഇത്തരം കണക്കുകൾ കൃത്യമായി തന്നെ അദ്ദേഹത്തിൻ്റെ വകുപ്പിൽ നിന്ന് തന്നെ ലഭിക്കുമ്പോൾ എന്തുകൊണ്ട് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഈ 7,500-ൽ നിൽക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാകാത്തത്. നേരത്തെയും അദ്ദേഹം ഈ കണക്ക് തന്നെയാണ് പറഞ്ഞു വെക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വകുപ്പിലെ ഉദ്യോഗസ്ഥർ തന്നെയാണ് 16,000-ലധികം സീറ്റുകൾ മലപ്പുറത്തുണ്ട് എന്ന് വെക്കുന്നത്. ലീഗ് അടക്കമുള്ള പ്രസ്ഥാനങ്ങൾ ഒപ്പം മറ്റ് പ്രതിപക്ഷ പ്രസ്ഥാനങ്ങളും ഇത്തരത്തിൽ മലബാർ മേഖലയിൽ രൂക്ഷമായിട്ടുള്ള സീറ്റ് പ്രതിസന്ധി ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ഒപ്പം നമ്മൾ റിപ്പോർട്ടർ TV പോലും ഫുൾ A+ വെച്ച് വാങ്ങിയ കുട്ടികൾക്ക് പോലും നിലവിൽ സീറ്റ് ലഭിച്ചിട്ടില്ല എന്നുള്ള വാർത്തകൾ ഉൾപ്പെടെ പുറത്തുവിടുന്നുണ്ട്. പക്ഷേ അദ്ദേഹം ഇപ്പോഴും 7,000-ൽ മാത്രം സീറ്റുകളുണ്ട്. ആ സീറ്റ് വേക്കൻസി ഇപ്പോൾ ഉണ്ട്. അത് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ നിന്ന് സീറ്റ് നൽകാനാകുമെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു വെക്കുന്നത്. പക്ഷേ അതിനപ്പുറമാണ് ഈ കണക്കുകൾ. എന്താണ് അദ്ദേഹം ഇങ്ങനെ പറയുന്നത് എന്ന് നിലവിൽ മനസ്സിലാകുന്നില്ല. എന്തായാലും വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട്. അത് മുഖ്യമന്ത്രിയുമായി കൂടിയാലോചിച്ചതിന് ശേഷം മാത്രമായിരിക്കും പുതിയൊരു തീരുമാനം ഉണ്ടാവുക. അധിക ബാച്ച് എന്നൊരു നിർദ്ദേശമാണ് ഈ
ഈ രണ്ടംഗ സമിതി മുന്നോട്ട് വെച്ചതെന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. ഇപ്പോൾ ലീഗിന്റെ പ്രതികരണം 16,000 കുട്ടികൾ ഇപ്പോൾ മൂന്നാമത്തെ അലോട്ട്മെന്റ് കഴിഞ്ഞിട്ടും 16,000 കുട്ടികൾ പുറത്തു നിൽക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ അവിടുത്തെ കുട്ടികളുടെ പ്രതിസന്ധി മനസ്സിലാക്കിയിട്ടുള്ള ഒരു നിർദ്ദേശമാണ് ഈ രണ്ടംഗ സമിതി തയ്യാറാക്കിയത് എന്നാണോ അഷ്കറിന് അറിയാനാകുന്നത്? മന്ത്രി ഇപ്പോഴും പഴയ വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. സ്മൃതി, കണക്കിലെ കളികളിൽ വിദ്യാഭ്യാസ വകുപ്പും മന്ത്രിയും ഒക്കെ തന്നെ കണക്കിലെ കളികൾ ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ്. പ്രധാനമായും ഇപ്പോൾ ഈ സീറ്റ് പ്രതിസന്ധിയുടെ കാര്യത്തിൽ നിലവിൽ രണ്ടംഗ കമ്മീഷൻ അടക്കം അവസാന ഘട്ടത്തിൽ പരിഗണിച്ചിരിക്കുന്ന കണക്ക് എന്ന് പറയുന്നത് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് വന്ന അപേക്ഷകരുടെ എണ്ണത്തിൽ അടിസ്ഥാനമാക്കിയാണ്. പക്ഷേ അതിനേക്കാൾ വലിയ തോതിൽ പ്രതിസന്ധി ഉണ്ട് എന്നുള്ളതാണ് ആഴത്തിലേറിയുള്ള യാഥാർത്ഥ്യം. കാരണം ഈ 16,881 അപേക്ഷകർ സപ്ലിമെൻ്ററി മലപ്പുറം ജില്ലയിൽ മാത്രം സപ്ലിമെൻ്ററി അപേക്ഷിക്കുമ്പോഴാണ് ഈ പറയുന്നത് പോലെ 7,000-ൻ്റെയും ഇല്ലെങ്കിൽ 10,000 സീറ്റ് ക്ഷാമത്തിലേക്ക് ജില്ലയിലെ കാര്യങ്ങൾ എത്തുന്നത്. എന്നാൽ അതിനേക്കാൾ ഭീകരമായ സീറ്റ് ക്ഷാമം ജില്ലയിൽ ഉണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. കാരണം 7,054 വരുന്ന നോൺ ജോയിനിങ് വിദ്യാർത്ഥികളെ മുഴുവൻ വെട്ടിമാറ്റിയിട്ടുള്ള ഒരു കണക്കാണ് ഇപ്പോൾ നിലവിൽ ഈ സപ്ലിമെൻ്ററി അപേക്ഷയ്ക്ക് പോലും പരിഗണിച്ചിരിക്കുന്നത്. ഈ വിദ്യാർത്ഥികൾക്കൊന്നും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് അപേക്ഷിക്കാൻ പോലുമുള്ള അവസരം സർക്കാർ നൽകിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനൊപ്പം തന്നെ അൺഎയ്ഡഡിൽ താൽക്കാലിക അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികളുണ്ട്. ഇവർക്കും ഇത്തരത്തിൽ അപേക്ഷിക്കാനുള്ള അവസരം നൽകിയിട്ടില്ല. സ്വാഭാവികമായും ആ വിദ്യാർത്ഥികൾ കൂടി അവസരം നൽകുകയാണെങ്കിൽ ഈ പറയുന്ന ഈ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് കണക്ക് പ്രകാരം തന്നെ മന്ത്രിയോ ഇല്ലെങ്കിൽ ഹയർ സെക്കൻഡറി ഡയറക്ടറോ പറയുന്നതിൻ്റെയൊക്കെ ഇരട്ടിയോളം വരുന്ന രീതിയിലേക്ക് സീറ്റ് പ്രതിസന്ധി ഉണ്ടാകുമെന്നുള്ളതാണ്. അത്രയും വലിയ തോതിൽ സീറ്റ് പ്രതിസന്ധി രൂക്ഷമായി തന്നെ മലപ്പുറം ജില്ലയിൽ തുടരുന്നു എന്നുള്ള യാഥാർത്ഥ്യം. സമാനമായ രീതിയിലെ പ്രതിസന്ധി കോഴിക്കോട്ടും പാലക്കാടും ഒക്കെ തന്നെ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അതിന് പരിഹാരം കാണുന്നതിന് വേണ്ടി ഇപ്പോഴും കണക്കിലെ കളികളിലേക്കാണ് ഇപ്പോഴും സർക്കാർ ശ്രമിക്കുന്നത്. സ്മൃതി.